വളയും മോതിരം എനിക്ക് തന്നിട്ട് പൊക്കോ, നീ നാളെ എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും. ഇന്ന് തന്നിട്ട് പോയാൽ നിനക്ക് സ്വർഗം കിട്ടും. വീട്ടിൽ പോയാലോ മക്കൾ ഊരിയെടുക്കും. അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. മക്കൾ ഊരിയെടുക്കും. എന്താപ്പാ പാപ്പാടെ കടം വീട്ടുവോ മക്കള്? നീ മരിച്ച നീ മരിച്ചുപോയി. നിന്റെ മയ്യത്തിന് നീ മരിച്ചു കഴിയുമ്പോൾ മോൻ്റെ അടുക്ക വന്നിട്ട് ഒരാൾ പറയാടാ നിന്റെ വാപ്പ എനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ട്, മക്കള് കൊടുക്കോ? അപ്പൊ നമ്മുടെ മക്കള് പറയും എൻ്റെ വാപ്പ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടില്ല, എൻ്റെ വാപ്പ ആരുടെ കയ്യിൽ നിന്നും. നീ പറയണ കള്ളവാ. ഇതാ മക്കളുടെ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു അടുത്തൊരു സംഭവം ഇങ്ങനെ ഞാൻ വായിക്കുകയുണ്ടായി. ഒരു മനുഷ്യൻ മരണപ്പെട്ടു. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചു. എന്നിട്ട് 6 പേര് മയ്യത്ത് കട്ടിൽ പൊക്കാൻ പോയപ്പോ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ആത്മാർത്ഥ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത് മയ്യത്ത് കട്ടിലിൽ പിടിച്ചിട്ട് പറഞ്ഞിട്ട് എടുക്കാൻ വരട്ടെ, ഞാൻ സമ്മതിക്കൂല, ഈ മയ്യത്ത് ഇവിടെ നിന്ന് എടുക്കാൻ ഞാൻ സമ്മതിക്കൂല, 10 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. നിങ്ങളുടെ വാപ്പയുമായിട്ടൊരു 10 ലക്ഷത്തിന്റെ കടമ, ഒരു ബാധ്യതയുണ്ട്, അത് തീർക്കാതെ മയ്യത്ത് എടുക്കാൻ വിടൂല. എന്തൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മയ്യത്ത് വിടുന്നില്ല. അപ്പൊ വഴക്കായി. അപ്പോ നാട്ടുകാര് കാരണവന്മാരൊക്കെ ചോദിച്ചു, വാപ്പാടെ ഏറ്റവും നിഴല് പോലെ നടക്കുന്ന സുഹൃത്താ പറയുന്നത്, മക്കളെ എന്താ നിങ്ങളുടെ അഭിപ്രായം? മക്കള് പറഞ്ഞു വാപ്പ ആർക്കും പൈസ കൊടുക്കാനില്ല. ഇയാൾ പറഞ്ഞത് കള്ളവാ. മക്കള് പറഞ്ഞു ഞങ്ങളുടെ വാപ്പ ആർക്കും പൈസ കൊടുക്കാനില്ല. ഇയാൾ പറയുന്നത് കള്ളവാ. ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ മയ്യത്ത് വിടൂല. അപ്പൊ പിന്നെ സഹോദരങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം? അവരും അഭിപ്രായം ഇത് തന്നെ. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ മയ്യത്ത് വിടൂല. അവസാനം മരണ വീട്ടിൽ വലിയ ബഹളമായി. അപ്പൊ ഈ മരിച്ചുപോയ മനുഷ്യനൊരു മകളുണ്ടായിരുന്നു. ആ പെണ്ണ് വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ചോദിച്ചു എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്? അപ്പം പറഞ്ഞു മോളെ, വാപ്പാടെ ആത്മാർത്ഥ സുഹൃത്ത് 10 ലക്ഷം രൂപ കൊടുത്താലേ മയ്യത്ത് വിടത്തുള്ളെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ വെളിയിൽ കിടന്ന് ബഹളം വെക്കുകയാ. നിന്റെ സഹോദരങ്ങളും അതുപോലെ നിന്റെ ഉപ്പാടെ സഹോദരങ്ങളും കൈയൊഴിഞ്ഞു. ആ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. ഈ പെൺകുട്ടി പറഞ്ഞു അയാളെ ഇങ്ങ് വിളിക്കാൻ. ആ മനുഷ്യനെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. വാപ്പാടെ ആത്മാർത്ഥ സുഹൃത്തിനെ വിളിച്ചിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു തൻ്റെ ശരീരത്ത് കിടന്ന തനിക്കുണ്ടായിരുന്ന സ്വർണം മുഴുവൻ ഈ മനുഷ്യന്റെ കൈ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ ഇത് കൊണ്ടുപോ, ബാക്കി ഞാൻ തരാം. ഞാൻ മരിച്ചില്ലെങ്കിൽ എൻ്റെ വാപ്പ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഞാൻ തരും. എൻ്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ തരും. അതാ പെൺമക്കള്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ തരാം, എൻ്റെ വാപ്പയുടെ കടം ഞാൻ വീട്ടാം. എൻ്റെ ഉപ്പാനെ നിങ്ങളൊന്ന് സ്വർഗത്തിൽ വിട്, ആ സാധു ഒന്ന് പോകട്ടെ. ആ സമയത്ത് ഈ മനുഷ്യൻ തൻ്റെ പോക്കറ്റിൻ്റെ അകത്തുനിന്ന് 10 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് എടുത്ത് മോളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു മോളെ, നിന്റെ വാപ്പ എനിക്കല്ല തരാനുള്ള, ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ള. നിന്റെ വാപ്പയ്ക്ക് 10 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളേ. ഈ വാപ്പ എനിക്ക് 10 ലക്ഷം രൂപ തന്ന സമയത്ത് പറഞ്ഞു ഇത് തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ മയ്യത്ത് കട്ടിലിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയണം, ആര് കടം വീട്ടാൻ വരുന്നു അവന് കൊടുക്കാനാ പറഞ്ഞ. വന്നത് നീയാ, നീ വെച്ചോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ മോളെ പോലെ സ്വർണ്ണം ഊരി കൊടുക്കോ അതോ മക്കളെ പോലെ കള്ളം പറയാന്ന് പറഞ്ഞിരിക്കുവോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മൂന്ന് ഒരെണ്ണം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് കൈപൊക്കിക്കേ. നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൈപൊക്ക്. അതിനെന്താ മടിയെന്താ പൊക്ക്? മാതാപിതാക്കളിൽ ആരെങ്കിലും ഇപ്പൊ ഹയാത്തിലുണ്ടെങ്കിൽ അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ എന്തിനാ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചിരിക്കാറില്ല. പ്രവാചകൻ അങ്ങനെ ജീവിതത്തിൽ അധികം ചിരിച്ചിട്ടില്ല. എന്തെങ്കിലും കാരണമില്ലാതെ പ്രവാചകന് ചിരിക്കൂല. ആയിഷ ബീബി ചോദിക്കുന്നു, എന്തിനാണ് നബിയെ ചിരിക്കുന്നത്? ആ സമയത്ത് അവിടെന്ന് പറഞ്ഞു, ആയിഷ റഅയ്തു ഫിൽ ജന്നതി ബാരിഹ വസമിഅ സൗത ഖാരിഅ. എന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഞാൻ സ്വർഗം കണ്ടു ആയിഷ, ഞാൻ സ്വർഗം കണ്ടു ആയിഷ. ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ